ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നമുക്ക് നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കാം, ദൈവത്തെ സ്തുതിക്കാം. ഒത്തിരി പേരും ബഹുവിധമായ രോഗപ്രതിസന്ധികളുടെയൊക്കെ നടുവിൽ ഒരുമിച്ച് കൂടാനോ ഒന്നും സാധ്യതയില്ലാത്ത സാഹചര്യത്തിലായിരിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടാനും ദൈവവചനം ധ്യാനിക്കാനും ദൈവം അവസരം തരുന്നു എന്നുള്ളത് എപ്പോഴും നന്ദിയോടെ ഓർക്കുവാൻ മതിയായതായ കാര്യമാണ്. നാം പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പങ്കിടുവാനിടയായിട്ട് തീർന്നതുപോലെ നാം ആരാണ് എന്നുള്ള വിലപ്പെട്ട സത്യമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ തൻ്റെ മക്കളെക്കുറിച്ചുള്ളതായ കർത്താവിൻ്റെ വലിയ ആഗ്രഹം ആ വാക്കിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ പ്രയോഗത്തോട് ബന്ധപ്പെട്ട ചില ആത്മീക പാഠങ്ങൾ നമ്മൾ ചിന്തിച്ച് വരികയായിരുന്നു. അതിൽ മൂന്നാമത്തെ കാര്യമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൂടി പറഞ്ഞ് നമ്മുടെ ആ ഭാഗത്ത് നിന്ന് മുമ്പോട്ട് പോകാം എന്ന് ആഗ്രഹിക്കുകയാണ്. കേടാകാതെ സൂക്ഷിക്കുന്ന ഉപ്പിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ ഓർക്കാൻ ഇടയായിട്ട് തീർന്നു. നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുവാൻ ഞാൻ ക്രിസ്തുവിൻ്റെ നാളിൽ നിർമ്മലനായിട്ട് ഇടർച്ചയില്ലാത്തവനായിട്ട് നിൽക്കേണ്ടതാണെന്നുള്ളതായ വലിയ ഉൾക്കാഴ്ചയോടെ ജീവിക്കുവാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. അതോട് ചേർത്ത് നമ്മൾ ഓർത്തു, മറ്റനേകരെ അങ്ങനെ ഒരുക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കുകയായിരുന്നു. ആ ഉത്തരവാദിത്വ നിർവഹണത്തിൽ അപ്പോസ്തലനായ പൗലോസിൽ നിന്ന് നാം പഠിക്കുന്ന മനോഹരമായ പാഠമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രധാനമായിട്ടും താൻ ഏതൊരു ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവർ ക്രിസ്തുവിൻ്റെ നാളിൽ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായിട്ടിരിക്കണം എന്നുള്ളതായ കാര്യമാണ് പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. 1-ാം അധ്യായത്തിന് 9 മുതലുള്ള വാക്യങ്ങളിൽ നാം അത് ചിന്തിക്കുവാനിടയായിട്ട് തീർന്നു. ആ ബന്ധത്തിൽ 3 പ്രാർത്ഥനാ വിഷയങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഇനി അത് ആവർത്തിക്കേണ്ടതില്ല എന്ന് വിചാരിക്കുന്നു. 4-മതൊരു പ്രാർത്ഥനാ വിഷയം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫിലിപ്പിയിലെ വിശ്വാസികൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്ന് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന വേറിട്ട് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒത്തിരി വിശദീകരണം പറയേണ്ട ആവശ്യമില്ല എന്ന് കരുതുകയാണ്. എന്താണ് ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്നുള്ളതിനാൽ അർത്ഥമാക്കപ്പെടുന്നത്? ഇംഗ്ലീഷിൽ ന്യൂ കിംഗ് ജെയിംസ് വേർഷനിലൊക്കെ ആ പ്രയോഗം നാം വായിക്കുന്നത് അപ്രൂവ് ദ തിങ്സ് ദാറ്റ് ആർ എക്സലൻറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മെച്ചമായത് ഏതാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിനെ പിൻപറ്റാനായിട്ട് സാധിക്കണം. ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ അനിവാര്യമായിരിക്കുന്ന ഒന്നാണ്. കാരണം ഏറ്റവും മെച്ചമായത് ഏതാണ് എന്നുള്ളത് സൂക്ഷ്മതയോടെ വിവേകത്തോടു കൂടി തിരിച്ചറിയുവാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. ലോകം മെച്ചമായി കരുതുന്നതിനെ
മെച്ചമായി കരുതി അതിൻ്റെ പിന്നാലെ നാം നമ്മുടെ ജീവിതം ചിലവിടുവാൻ ഇടയായിട്ട് തീർന്നാൽ, ലോകക്കാർ പറയും ഇത് കൊള്ളാമല്ലോ, നന്നായിട്ടുണ്ട്, ജീവിതം വിജയകരമാണ് എന്നൊക്കെ പറഞ്ഞു എന്ന് വന്നേക്കാം. പക്ഷേ അതൊന്നും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ നിൽക്കുമ്പോൾ യാതൊരു പ്രയോജനവും ഉള്ളതായിരിക്കുകയില്ല. അപ്പം അതുകൊണ്ട് ഇതെന്ത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളത് ഇവിടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇത് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ സൂക്ഷിച്ചതായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ ഈ വാക്കിൻ്റെ അർത്ഥം വ്യാഖ്യാനം ഒന്നും കൂടാതെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. നമുക്ക് നല്ല പരിചയമുള്ള വാക്യമാണ്, എങ്കിലും ആ വാക്യം ഒന്ന് വായിച്ചിട്ട് ഞാൻ ആ വാക്കുകൾ എടുത്തു പറയാം എന്ന് കരുതുന്നു. ഫിലിപ്പിലേന് 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്നെണ്ണിയിരിക്കുന്നു. ആ വാക്കൊന്ന് കുറിക്കൊണ്ടോളൂ. പൗലോസ് തൻ്റെ ജീവിതാനുഭവം പറയുന്നത്, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണി എന്നുള്ളത് നമുക്ക് വായിക്കാൻ കഴിയുക. അതിൻ്റെ ഒത്തിരി വ്യാഖ്യാനമൊന്നും നമ്മൾ തേടേണ്ട ആവശ്യമില്ല. 11-ാമത്തെ വാക്യം കൂടി വായിച്ചോളൂ. 11-ാമത്തെ വാക്യം, 3-ന്റെ തന്നെ 11-ാമത്തെ വാക്യം. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. അപ്പോൾ അവിടുത്തെ ഒരു വാക്കുകൂടി ഞാൻ ചേർത്ത് പറയുകയാണ്. പൗലോസ് കർത്താവിൻ്റെ നിമിത്തം എല്ലാം എന്തെന്ന് എണ്ണുന്നു എന്നാണ് പറയുന്നത്. ചവറ് എന്ന് എണ്ണുന്നു. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് വാക്കുകൾ നമുക്ക് വളരെ പ്രാധാന്യത്തോടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വാക്യം വിശദീകരിക്കാനായിട്ട് ദൈവദാസനായ പൗലോസ് പറയുന്ന തൻ്റെ അനുഭവത്തിൽ പറയുന്ന രണ്ട് വാക്കുകൾ എടുത്തു പറയുകയാണ്. അപ്പോൾ ഛേദമെന്ന് ലോകം വിലമതിക്കുന്ന പല കാര്യങ്ങളും പൗലോസ് ഛേദമെന്നെണ്ണുകയാണ്. ലോകം വിലമതിക്കുന്ന പല കാര്യങ്ങളും പൗലോസ് ചവറ് എന്നെണ്ണിയാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മളെ ചിന്തിക്കുന്ന വാക്കൊന്ന് ഓർത്ത് നോക്കണേ. ഭേദാഭേദങ്ങളെ വിവേചിക്കുക എന്ന് പറഞ്ഞാൽ അപ്രൂവ് ദ തിങ്സ് ദാറ്റ് ആർ എക്സലൻറ്റ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാളിൽ ആദരിക്കപ്പെടുന്ന കാര്യങ്ങളെ അതിൻ്റെ വില മനസ്സിലാക്കി അതിനെ തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ ജീവിക്കുക എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠമേറിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ചപ്പും ചവറുമായിട്ടൊക്കെ എണ്ണേണ്ട കാര്യങ്ങൾ വിലപ്പെട്ടതായിട്ട് കണ്ട് അതിനുവേണ്ടി ദൈവം നമുക്ക് തന്നിട്ടുള്ള ജീവിതം ഒരാൾ ഉപയോഗിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ അത് എത്രയോ മൗഢ്യമായിട്ടുള്ളതായൊരു കാര്യമായിരിക്കും. ഇവിടെ ഞാൻ അതിന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ലളിതമായിട്ടിങ്ങനെ പറയുകയാണ്. ഒരാൾ ചപ്പുചവറുകളെല്ലാം വാരി ഒരു ചാക്കിൽ സുരക്ഷിതമായിട്ട് എടുത്തിട്ട് അത് കൊണ്ടുവന്ന് ശേഖരിച്ച് വെക്കുകയാണെന്ന് വിചാരിക്കുക. നമുക്കറിയാം, അങ്ങനെയുള്ള ഒരാളെ കണ്ടാൽ സാരമായ കുഴപ്പമുണ്ടല്ലോ ഇദ്ദേഹത്തിന് എന്നോർത്ത് നമ്മൾ അദ്ദേഹത്തെ ഓർത്ത് ഒത്തിരി സഹതപിക്കും. കാരണം ചപ്പുചവറുകളെ വാരി ശേഖരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നോട്ടത്തിൽ സാമാന്യ ബുദ്ധിയിൽ എത്രയോ മൗഢ്യമായിട്ടുള്ളതായൊരു കാര്യമാണ്.
ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, സ്വർഗം വിലമതിക്കുന്ന കാര്യങ്ങളെ വളരെ അലസമായി കണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ അവഗണിച്ച് കേവലം താൽക്കാലിക പ്രസക്തമായിട്ടുള്ളതായ കാര്യങ്ങൾ ശ്രേഷ്ഠമാണെന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ ഓടുന്നത് എത്രയോ വലിയ ഭോഷത്വമായിരിക്കും. ഞങ്ങൾ മണ്ണൂരിൽ താമസമാക്കി ഒത്തിരി വൈകുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു അനുഭവം ഞാനൊന്ന് പറയുന്നത് ഈ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാകാൻ സഹായകരമായിട്ട് തീരും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവിടെ ആ ഫ്രണ്ടിലെ മതിൽ ഒക്കെ പണിത് അതിൽ വാക്യങ്ങളൊക്കെ എഴുതിയ നാളിൽ ആ വാക്യം ഒരാൾ കണ്ട് ഒരു ലോറി ഓടിക്കുന്ന ഒരാൾ അവിടെ വീട്ടിൽ കയറി വന്ന് പരിചയപ്പെടാനുമൊക്കെ ഇടയായിട്ട് തീർന്നു. അദ്ദേഹം ഒരു വിശ്വാസ കൂട്ടത്തിലുള്ളയാളാണ്. അപ്പോൾ അതുകൊണ്ട് ആ താല്പര്യത്തിലാണ് വരാനും പരിചയപ്പെടാനൊക്കെ ഇടയായിട്ട് തീർന്നത്. ദീർഘമായ സമയം അദ്ദേഹമായിട്ട് സംസാരിച്ചു, കുടുംബകാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അദ്ദേഹത്തിന് 2 മക്കളുണ്ട്. ആ 2 മക്കളെയും അദ്ദേഹം അനാഥശാലയിലാക്കിയിരിക്കുകയാണ്. അവർ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നുണ്ട്. വളരെ പരമാർത്ഥമായി പറഞ്ഞാണ് കേട്ടോ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ ചെയ്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് അനാഥശാലയിലാണ് ഈ നല്ല കരുതലും ഭക്ഷണവും ഒക്കെ ഉണ്ട്. പിന്നെ പിള്ളേരുടെ പഠിത്തമൊക്കെ അവർ നന്നായിട്ട് ശ്രദ്ധിച്ചോളും. അപ്പോൾ അത് ഞങ്ങൾ ഈ 2 പേരും ജോലിക്ക് പോകുമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഈ പിള്ളേരെ വേണ്ടവരെ നോക്കാനോ ശ്രദ്ധിക്കാനോ ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ സമയമില്ലാത്തതുകൊണ്ട് അവരെ അവിടെ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സ്വതന്ത്രമായിട്ട് ജോലിക്കും പോകാം, പിള്ളേർക്ക് നല്ല പരിചരണം കിട്ടും എന്ന് പറയാനിടയായി. ഞാനേതായാലും എനിക്കന്നുണ്ടായിരുന്ന ഉൾക്കാഴ്ച അനുസരിച്ച് പറഞ്ഞു, ബ്രദറെ ഒരു കുഴപ്പമുണ്ടല്ലോ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ ലോകത്തിൽ സ്നേഹിക്കാൻ വേറെ ആർക്കും സാധിക്കില്ല. അവർക്ക് ഭക്ഷണവും വിദ്യാഭ്യാസവും കിട്ടുമായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് മാത്രം കൊടുക്കാൻ കഴിയുന്ന വളരെ വിലപ്പെട്ടതായ മൂല്യം അവർക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് ഈ പോക്ക് ശരിയല്ല എന്ന് ആദ്യമായി കണ്ട ആളാണെങ്കിലും ഓർപ്പിക്കാനിടയായിട്ട് തോന്നും. അവരെ തിരുത്തിയോന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ ആ വഴി വന്നിട്ടില്ല. വണ്ടി ഓടിച്ചതിൽ പോയി കാണുമായിരിക്കാം. ഞാനൊരു സത്യം ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദൈവം ഒരു കുഞ്ഞിനെ തന്നാൽ ആ കുഞ്ഞിനെ വളർത്തുക, അവന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കുക, അവന് കൊടുക്കാവുന്ന സ്നേഹം പരമാവധി പകർന്നു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അവൻ്റെ മാതാപിതാക്കൾക്ക് മാത്രം ചെയ്യാവുന്ന കാര്യമാണ്. അവർ ചെയ്യുന്ന പോലെ ലോകത്തിൽ ആർക്കും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതെന്തോരു വലിയ നഷ്ടമായിരിക്കും. ഞാൻ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രസംഗം കേട്ടപ്പോൾ ആ പ്രസംഗകൻ വിശദീകരിച്ചൊരു കാര്യം, 5 വയസ്സിനുള്ളിൽ ഒരു കുഞ്ഞിൽ രൂപപ്പെടേണ്ട കാര്യങ്ങളിലെല്ലാം തന്നെ അടിസ്ഥാനപരമായിട്ട് രൂപപ്പെടുവാനിടയായിട്ട് തീരും. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ആരംഭ വർഷങ്ങളിൽ കൊടുക്കേണ്ടുന്നതായ പരിപാലനം എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠമേറിയ കാര്യമാണ്. അവരുടെ ആളത്വം രൂപപ്പെടുന്നതിൽ അത് വളരെ നിർണായകമായൊരു പങ്ക് വഹിക്കുവാൻ ഇടയായിട്ട് തീരും. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ ഈ ബന്ധത്തിൽ ചേർത്ത് ഓർക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, വ്യക്തിപരമായിട്ടൊരു തീരുമാനമെടുക്കുമ്പോൾ, കുടുംബമായിട്ടൊരു തീരുമാനമെടുക്കുമ്പോൾ, ഈ തീരുമാനം ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മുമ്പാകെ ക്രിസ്തുവിൻ്റെ നാളിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ കുറ്റപ്പെടുത്തപ്പെടാൻ കാരണമായിട്ട് തീരുമോ, പ്രശംസിക്കപ്പെടുവാൻ കാരണമായിട്ട് തീരുമോ എന്നുള്ളത് സൂക്ഷ്മതയോടെ വിവേചിച്ച് ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും തീരുമാനിക്കാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. ദൈവാത്മാവ് നമുക്ക് ഏവർക്കും അതിനാവശ്യമായ ദൈവകൃപ നൽകട്ടെ. നാം ഭേദാഭേദങ്ങളെ വിവേചിക്കുന്നവരാകണം എന്നുള്ളതാണ്
ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ 4 പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവത്തിൻ്റെ ദാസൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ ക്രിസ്തുവിൻ്റെ നാളിൽ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായിരിക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വഴിയിലൊന്നും നമ്മുടെ പ്രിയപ്പെട്ടവർ തെറ്റിപ്പോകുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോട് കൂടി ഉറപ്പാക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അപ്പോൾ ഫിലിപ്പിയർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുക മാത്രമല്ലല്ലോ ദൈവത്തിൻ്റെ ദാസൻ ചെയ്യുന്നത്, അവർക്ക് വേണ്ടി എന്തുമേതുമായി തീരുവാൻ ആ ദൈവദാസൻ ഒരുക്കമായിരുന്നു. അത് ആ ജീവിതത്തെ നോക്കിയേ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നതാണ്. ഇന്നലെ രാമമംഗലത്തുള്ള ആരാധന യോഗത്തിൽ ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൽ ഒരു വാക്യം ഒരാൾ വായിച്ച് ഒരു ധ്യാനം ഓർപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നു. പൗലോസ് പറയുന്ന ആ വാക്ക് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. നിങ്ങളുടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ ഓർക്കേണ്ട വാക്ക്, എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കുന്നു. അപ്പോൾ അവിടെ പൗലോസ് അവർക്ക് വേണ്ടി രക്തം കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ ഏത് ത്യാഗവും ചെയ്യുവാൻ ഒരുക്കമായിരുന്നു എന്നുള്ളതായ കാര്യം വെളിപ്പെടുത്തുകയാണ്. അവിടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഏത് ത്യാഗവും സഹിക്കുവാൻ പൗലോസ് ഒരുക്കമായിരുന്നു. ഈ വാക്യം വായിച്ച് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് ഓടി വന്നൊരു കാര്യം, നമ്മുടെ കർത്താവ് നമ്മെ രക്ഷിക്കുമ്പോൾ തൻ്റെ വിലയേറിയ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കിയാണ് നമ്മെ ഈ അതിശയകരമായ ദൈവകൃപയിലേക്ക് കൊണ്ടുവന്നത്. പ്രിയപ്പെട്ടവരെ, അതാണ് ഞാൻ ആ വാക്യം വായിച്ച് കേട്ടപ്പോൾ ഓർക്കാനിടയായിട്ട് തീർന്നത്. അപ്പോൾ ആ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനവും ആ ജനത്തിനു വേണ്ടി പൗലോസ് തൻ്റെ രക്തം കൊടുക്കുവാൻ എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിന് വേണ്ടി താൻ ഏത് ത്യാഗവും സഹിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കുക. എന്ന് പറഞ്ഞാൽ തൻ്റെ ഗുരുനാഥനിൽ വ്യാപരിച്ചതായ ആ വലിയ സ്നേഹം താൻ ഏറ്റെടുത്ത് ദൈവജനത്തിനു വേണ്ടി ഏത് ത്യാഗവും സഹിക്കുവാൻ ഒരുക്കമുള്ള സമർപ്പണത്തിലേക്ക് ആ ദൈവഭക്തൻ വന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതാണ് പൗലോസിൻ്റെ ജീവിതം വിജയകരമായി തീരുവാൻ മുഖാന്തരമായിട്ട് തീർന്നത്. അപ്പോൾ ഈ ദൈവദാസന് എന്തൊരു ത്യാഗപൂർണമായ ജീവിതമാണ് അവർക്ക് വേണ്ടി നയിക്കാനിടയായിട്ട് തീർന്നത്. ഞാൻ അതിൻ്റെ ഉപദേശങ്ങളിലേക്ക് ഇനി പോകുന്നില്ല. ഫിലിപ്പർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, ഫിലിപ്പരെ കൃപയിലേക്ക് കൊണ്ടുവരുന്നതിൽ ആരംഭനാളുകളിൽ തൻ്റെ അധ്വാനം എന്തോ ഒരു പ്രയാസമുള്ളതായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. കാരണം സുവിശേഷ നിമിത്തം താൻ അനുഭവിച്ച കഷ്ടതകളും താൻ അനുഭവിച്ചതായ വേദനകളും അതെല്ലാം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ മനോഹരമായിട്ട് ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം താൻ സഹിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ ഫിലിപ്പ്യർക്ക് വേണ്ടി ഉള്ള പൗലോസിൻ്റെ ആ അധ്വാനം, ബദ്ധപ്പാടുകൾ എല്ലാം നമുക്ക് ഓർക്കാനായിട്ട് കഴിയും. അപ്പോൾ അവർ കൃപയിലേക്ക് വന്നു. ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവർ ക്രിസ്തുവിൻ്റെ നാളിൽ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ആയിരിക്കണം. പ്രാർത്ഥിക്കുക മാത്രമല്ല, അവർക്ക് എന്തോരം ഉപദേശങ്ങളാണ് ദൈവത്തിൻ്റെ ദാസൻ പകർന്ന് കൊടുക്കുന്നതായി നാം കാണുന്നത്. അപ്പം ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായ കാര്യം, പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവർക്ക് ശരിയായ ഉപദേശങ്ങൾ പകർന്നു കൊടുക്കാൻ കഴിയുക എന്നുള്ളത് അവരുടെ ജീവിതം ക്രിസ്തുവിൻ്റെ നാളിൽ നിർമ്മലമായി ഇടർച്ചയില്ലാതെ നിൽക്കത്തക്കവണ്ണം മുഖാന്തരമായിട്ട് തീരുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി അവർക്ക് ധാരാളം ഉപദേശങ്ങൾ പകർന്നു കൊടുക്കുന്നു. അതിൻ്റെ തെളിവുകളും വിശദീകരണവും ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എന്നാൽ നമ്മൾ നേരത്തെ മനപ്പാഠം പഠിച്ചിട്ടുള്ളൊരു വാക്യം ഇവിടെ ഒന്ന് ചേർത്ത് പറയുന്നത് നന്നായിരിക്കും എന്ന് തോന്നി. യെഹെസ്കേൽ പ്രവചനം 44-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ
പൗരോഹിത്യ ദൗത്യം എന്താണ് എന്നുള്ളത് ആ വാക്യത്തിൽ ദൈവാത്മാവ് വളരെ കൃത്യമായി എടുത്ത് പറയുന്നുണ്ട്. പൗരോഹിത്യ ദൗത്യത്തിൽ വേറെ ഉത്തരവാദിത്തങ്ങളുണ്ട് കേട്ടോ. പക്ഷേ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇവിടെ നമുക്ക് ചേർത്ത് ഓർക്കാവുന്നതാണ്. പൗലോസിൻ്റെ ജീവിതത്തിൽ ധാരാളം കാര്യങ്ങൾ പറയാം, എന്നാൽ ഈ വാക്യം എന്തുകൊണ്ടോ എനിക്കൊരു പ്രകാശമായി തോന്നി. ഒന്ന് വായിച്ചേ, യെഹെസ്കേൽ 44:23 വാക്യം. അവർ വിശുദ്ധമായതിനും സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ ജനത്തിന് ഉപദേശിച്ച് മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കണം. അപ്പോൾ അവിടെ പൗരോഹിത്യ ഉത്തരവാദിത്തത്തിൽ പറയുന്ന കാര്യം മലിനമായത് ഏതാണെന്നുള്ളതും നിർമ്മലമായത് ഏതാണെന്നുള്ളതും ദൈവജനത്തിന് തിരിച്ചറിയുമാറാകുമാറ് അവരെ ഉപദേശിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം പൗരോഹിത്യത്തിൽ ഉൾപ്പെട്ടിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. നമ്മളെല്ലാവരും പുരോഹിതന്മാരാണെന്നുള്ളത് നമ്മൾ എന്ത് സന്തോഷത്തോടു കൂടിയാണ് ഓർക്കാറ്. നാം രാജകീയ പുരോഹിതന്മാരാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടുന്ന ആത്മീക ആലോചനകൾ പറഞ്ഞു കൊടുക്കാനും ക്രിസ്തുവിൻ്റെ നാളിൽ പ്രസക്തമല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കാനും അവിടെ പ്രധാനപ്പെട്ടത് ഏതാണെന്നുള്ളത് വ്യക്തമാക്കാനുമുള്ള വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ സത്യങ്ങളെ പകർന്നു കൊടുക്കുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ദൈവാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. മറ്റുള്ളവരെ സൂക്ഷിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കാനൊക്കെ മുഖാന്തരമായിട്ട് തീരുന്ന വളരെ മനോഹരമായ മാതൃകാ പാഠം ഇവിടെ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഒരു കാര്യം കൂടി ഒന്ന് എടുത്തു പറഞ്ഞ് നമ്മുടെ ഈ പാഠത്തിൽ നിന്നും മുമ്പോട്ട് കടക്കാം എന്ന് കരുതുകയാണ്. അനിൽ പ്രാർത്ഥിച്ചപ്പോൾ ആ കാര്യം ഓർക്കാനിടയായിട്ട് തീർന്നിരുന്നു. ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 34-35 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മത്തായി സുവിശേഷത്തിലെ വാക്യം വായിക്കുമ്പോഴും ഒക്കെ ഉപ്പ് കാരമില്ലാതെ പോയാൽ അത് ഒന്നിനും കൊള്ളാത്തതാണ് എന്നുള്ളതായ കാര്യം നമ്മുടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് നിലത്ത് ഇട്ട് ചവിട്ടാൻ മാത്രമേ കൊള്ളുകയുള്ളൂ എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വേദിയിൽ ഇതിനെക്കുറിച്ചുള്ളതായ ഒരു വിശദീകരണം ഒരു ദൈവദാസൻ പറയുന്നത് കേൾക്കാനിടയായിട്ട് തീർന്നു. അദ്ദേഹം പറഞ്ഞ മുഴുവൻ വിശദാംശവും ഞാൻ പറയുന്നില്ല. അത് വളരെ സമഗ്രമായിട്ടുള്ളതായൊരു പ്രതിപാദനമായിരുന്നു. എന്നാൽ അതിൻ്റെ ഒരു ആകത്തുക 1-2 വാചകത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ഉപയോഗിക്കുന്ന കറിയിപ്പിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിക്കാനിടയായിട്ട് തീർന്നത്. പലസ്തീനിലൊക്കെ ഉപയോഗിക്കപ്പെട്ടിരുന്നതായ ഒരു പ്രത്യേകതരം ഉപ്പുണ്ടായിരുന്നു. ആ ഉപ്പ് കുറേ കഴിയുമ്പോൾ അത് കാരമില്ലാതെ പോകുന്നതിനുള്ളതായ സാധ്യതയുള്ള ഉപ്പായിരുന്നു. അപ്പം അതുകൊണ്ട് കാരമില്ലാതെ പോയാൽ പിന്നെ അതിന് ഉപയോഗമില്ല. അത് വഴിയിലൊക്കെ വിതറി ആളുകൾ ചവിട്ടിപ്പോകുമെന്ന് മാത്രമേ ഉള്ളൂ എന്നൊരു വിശദീകരണമാണ് അദ്ദേഹം ഓർപ്പിക്കാനിടയായിട്ട് തീർന്നത്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ വാക്യം ഉൾക്കൊള്ളുവാൻ ഇടയായിട്ട് തീർന്നാൽ അവിടെ ഒരു വലിയ ആത്മീക പാഠം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 2 ഭാഗത്തും കർത്താവ് ഇത് പറയുമ്പോൾ നാം കാരമില്ലാത്ത ഉപ്പായി പോകരുത് എന്നുള്ളതായ കാതലായ സത്യം നമ്മുടെ കർത്താവ് ഈ പ്രതിപാദനത്തിൽ വ്യക്തമാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം ഈ കാര്യം ഒന്ന് ഇല്ലസ്ട്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ പരിചയമുള്ള ബൈബിളിലെ 2 കഥാപാത്രങ്ങളെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ എനിക്ക് ആ പ്രസംഗം കേട്ടപ്പോൾ തോന്നി, ഇതാണല്ലോ ഇത് വിശദീകരിക്കാൻ ഏറ്റവും എളുപ്പം എന്നുള്ളതായ ഒരു ചിന്ത എൻ്റെ മനസ്സിനെയും ഭരിക്കാനിടയായിട്ട് തീർന്നു. ഞാൻ ഈ വാക്യങ്ങൾ ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സമയമാണെന്നുള്ളത് കൊണ്ട് വേറിട്ടത് ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നു. ദൈവമക്കളായ നാം നമ്മുടെ ഗുണനിലവാരം
ചോർന്നു പോയാൽ, നമ്മളുടെ ആത്മീക മൂല്യങ്ങൾക്ക് ക്ഷീണം സംഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ, പ്രിയപ്പെട്ടവരെ, നാം അനേകർക്ക് പ്രയോജനപ്പെടേണ്ടതിന് പകരം നാം നിലത്തിട്ട് ചവിട്ടപ്പെടുവാനിടയായിട്ട് തീരും എന്നുള്ളതായ അപകടക സൂചന അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. അതിന് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞ് നമുക്കെല്ലാം നല്ല പരിചയമുള്ള ഒരാളാണ്. ലോത്തിൻ്റെ ജീവിതമാണ് ഓർപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ലോത്ത് നീതിമാനായിരുന്നു എന്നുള്ളതിന് നമുക്ക് ആർക്കും തർക്കമില്ല, നമ്മൾ തർക്കിച്ചിട്ട് കാര്യവുമില്ല. ദൈവത്തിൻ്റെ വചനം അത് എടുത്തു പറയുന്നുണ്ട്. പത്രോസ് അപ്പോസ്തലൻ ലോത്തിനെ കുറിച്ച് എന്താ എഴുതുന്നത് ഓർക്കുന്നുണ്ടോ? വലഞ്ഞുപോയ നീതിമാനായ ലോത്ത്. അപ്പോൾ ലോത്ത് നീതിമാനായിരുന്നു, വിശ്വാസിയായിരുന്നു. ഏറ്റവും വലിയ വിശ്വാസ വീരനോട് കൂടെ ദീർഘമായ വർഷങ്ങൾ ഒരുമിച്ച് പാർത്ത് അങ്ങനെ ആത്മീകമായ മൂല്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് ഭാഗ്യം കിട്ടിയ ആളായിരുന്നു. കാരണം അബ്രഹാമിൻ്റെ മക്കളാണ് ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത്. അവർക്ക് എന്താ അഭിമാനമായിരുന്നു? നമുക്കും അഭിമാനമല്ലേ? അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ് എന്ന നിലയിൽ, നമ്മുടെ പിതാവ് എന്ന നിലയിൽ അബ്രഹാമിനെ നാം എത്രയോ ആദരിക്കുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. പക്ഷേ അബ്രഹാമിനെ വിട്ട് ലോത്ത് പോകുന്നു, സോദോമിൽ പോയി താമസിക്കുന്നു. അവിടെ നഷ്ടപ്പെടേണ്ടതെല്ലാം നഷ്ടപ്പെടുന്നു എന്നുള്ളതായ സങ്കടകരമായ കാര്യം നമുക്ക് അവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ലോത്ത് അവിടെ എങ്ങനെ ചവിട്ടപ്പെട്ടു എന്നുള്ളത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. 19-ാം അധ്യായത്തിൽ മുഴുവനും അത് വിശദീകരിക്കുകയാണ്. ഒരു വാക്യം മാത്രം സാമ്പിളായിട്ടൊന്ന് വായിക്കാം. അതൊത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമില്ല, അത് നമ്മളെ പരിചയമുള്ള വേദഭാഗമാണെന്നുള്ളത് കൊണ്ട് ബാക്കി കാര്യങ്ങൾ ചേർത്ത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. 19-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. ഇവനൊരുത്തൻ പരദേശിയായി വന്ന് പാർക്കുന്നു, ന്യായം വിധിപ്പാനും ഭാവിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ അവരോട് ഭാവിച്ചതിലധികം നിന്നോട് ദോഷം ചെയ്യും എന്നും അവർ പറഞ്ഞു. ലോത്തിനെ ഏറ്റവും തിക്കി വാതിൽ പൊളിപ്പാൻ അടുത്തു. അപ്പോൾ അവിടെ ഒന്ന് രണ്ട് വാക്കുകളൊന്ന് വായിക്കാതെ പോയില്ലേ? മാറി നിൽക്കുക അല്ലേ? അതിൻ്റെ തൊട്ട് മുമ്പിലൊരു വാചകം അങ്ങനെയുണ്ടോ? മാറി നിൽക്കുക എന്ന് അവർ ഇല്ലേ? ഇല്ലേ അബ്രഹാം? ഉണ്ട്. മതി മാറി നിൽക്കുക എന്ന് പറഞ്ഞു. ആരോടായി പറയണത്? ലോത്തിനോട് ആ നാട്ടുകാർ പറയുകയാണ്, നീ മാറി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നതായ വാക്കുകൾ എത്രയോ സങ്കടകരമായ വാക്കുകളാണ് എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. നമുക്കറിയാം, ഈ ദൂതന്മാർ അവിടെ ചെല്ലുമ്പോൾ ലോത്ത് എവിടെ ഇരിക്കുകയാണ്? പട്ടണവാതിൽക്കിരിക്കുകയാണ്. അവിടുത്തെ ഒരു പ്രമുഖനായിട്ടിരിക്കുകയാണ്. പക്ഷേ കാര്യത്തോട് അടുത്ത് വന്നപ്പോൾ എന്തോ ഒരു അപമാനകരമായ നിലയിലാണ് ലോത്തിനോടവർ വർത്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത് എന്നുള്ളതായ കാര്യം നാം ഇവിടെ കാണുകയാണ്. ഇവനൊരുത്തൻ പരദേശിയായി വന്ന് പാർക്കുന്നു, ന്യായം വിധിപ്പാനും ഭാവിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ഏറ്റവും നിന്ദിച്ച് സംസാരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഞാനിതിൽ വിശദീകരണം പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഉപ്പ് കാരമില്ലാതെ പോയാൽ അത് എത്രയോ സങ്കടകരമായൊരു അവസ്ഥയായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, നാം നമ്മുടെ നില സൂക്ഷിക്കാതെ പോയാൽ അത് എത്ര വലിയ ദോഷത്തിന് കാരണമായിട്ട് തീരും. നമ്മെ ആത്മീക നിലയിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ കർത്താവാണ്. നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതികൾ എത്രയോ ഉന്നതമാണ്. അതിൻ്റെ മൂല്യം നമ്മൾ സൂക്ഷിക്കാതെ പോയാൽ, പ്രിയപ്പെട്ടവരെ, നാം അനേകർക്ക് അനുഗ്രഹമായിരിക്കേണ്ടതിന് പകരം അനേകർ നിരത്തിട്ട് ചവിട്ടുവാൻ കാരണമായിട്ട് തീരും എന്നുള്ള ഗൗരവതരമായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എൻ്റെ മറുവശം ഒന്ന് മനസ്സിലാകാനായിട്ട് അബ്രഹാമിനെ കുറിച്ച് പറയുന്ന 2 വാക്യം വായിച്ച് മാത്രം പോകാം, വിശദീകരിക്കാൻ ആവശ്യമില്ലല്ലോ. ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 5-ഉം 6-ഉം വാക്യങ്ങളിൽ
തൻ്റെ ഭാര്യയുടെ മൃതശരീരം അടക്കാനുള്ളതായ ആവശ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഹിത്യർ അബ്രഹാമിനെക്കുറിച്ച് പറയുന്ന വളരെ മനോഹരമായൊരു സാക്ഷ്യം നിങ്ങളുടെ മനസ്സിൽ ആ വാക്യം വന്നു കാണുമായിരിക്കാം. അത് നമ്മുടെ മനസ്സിൽ ഓർക്കുന്നത് പോലും ആസ്വാദ്യമാണ്. 23-ാം അധ്യായത്തിലെ 5ഉം 6ഉം വാക്യങ്ങൾ വായിച്ചു മാത്രം പോകാം എന്ന് കരുതുന്നു. അബ്രഹാമിനോട് കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു. ഞങ്ങളുടെ മസാന സ്ഥലങ്ങളിൽ വെച്ച് വിഷയമായതിൽ മരിച്ചവളെ വിശേഷമായതിൽ മരിച്ചവളെ അടക്കിക്കൊള്ളുക. മരിച്ചവളെ അടക്കുവാൻ ഞങ്ങളിൽ ആരും ശ്മശാന സ്ഥലം നിനക്ക് തരാതിരിക്കുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവിടെ പറയുന്ന കാര്യം അബ്രഹാം ഞാൻ പരദേശിയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ വിനയത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. പക്ഷേ അബ്രഹാമിനോട് ആ നാട്ടുകാർ പറയുന്നത്, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ പ്രഭുവാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവവൈതൽ തൻ്റെ മൂല്യം സൂക്ഷിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ അതിനാൽ കർത്താവിന് ലഭിക്കുന്ന മാനം എത്രയോ ഉന്നതമായിരിക്കും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഒത്തിരി വിശദീകരണം വേണ്ടിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വാക്കുകൾ വായിക്കുമ്പോൾ ഉപ്പ് കാരമില്ലാതെ പോയാൽ അതുകൊണ്ട് നമ്മിലുള്ള ആത്മീക മൂല്യങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നില്ല എന്നുള്ളത് വളരെ സൂക്ഷ്മതയോടെ ഉറപ്പ് വരുത്താൻ ലോകത്തിന് സംഭവിച്ച ദുര്യോഗം, ആ കുടുംബത്തിന് സംഭവിച്ച ദുര്യോഗം നമുക്ക് ആർക്കും സംഭവിക്കുന്നില്ല എന്നുള്ളത് വളരെ സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തി നാം മറ്റനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായിരിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പാക്കത്തക്കവണ്ണം കർത്താവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് കടക്കാം എന്ന് വിചാരിക്കുകയാണ്. 13-ാം അധ്യായത്തിൽ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. 14-ാം വാക്യം നമുക്ക് കുറച്ചുകൂടെ പരിചയമുള്ളതായ വാക്യമാണ്. വായിക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അപ്പോൾ കർത്താവ് തൻ്റെ മക്കൾ ആരാണ് എന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുക. ഞാൻ പിന്നെ എടുത്ത് പറയുമായിരിക്കും. ഈ വാക്യത്തോട് വളരെ ചേർന്ന് വരുന്നൊരു വാക്യം കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതെല്ലാം നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവ് ഈ ശിഷ്യന്മാരെ മുമ്പിലെത്തി അവരോട് പറയുക, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഈ യോഹന്നാൻ 8-ന്റെ 12-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം ഈ സത്യത്തെയാണല്ലോ വെളിപ്പെടുത്തുന്നത്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും. അതാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രധാനമായും ലക്ഷ്യമാക്കി ഓർപ്പിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ ഇവിടെ നാം കാണുന്ന വളരെ മനോഹരമായൊരു സത്യം, യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് കൈക്കൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നവരായ നാം എത്രയോ പ്രധാനപ്പെട്ട സ്ഥാനത്ത് ആയിരിക്കുന്നു എന്നുള്ളതായ വലിയ സത്യം ഇവിടെ ഉൾക്കൊള്ളത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഞാനിവിടെ ഒരു കാര്യം ഒന്ന് ചേർത്ത് ഓർപ്പിക്കുന്നത്, ആദ്യം പറഞ്ഞ കാര്യവും ഈ കാര്യവും തമ്മിൽ സാരമായ ഒരു വ്യത്യസ്തത നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഒരു ഉപ്പ് അതിൻ്റെ ക്രിയ നിർവഹിക്കുന്നത് വളരെ നിശബ്ദമായിട്ട് ആയിരിക്കും. ഇന്ന് പകല് ഈ സത്യം എന്നെ വളരെ സന്തോഷിപ്പിച്ചതായൊരു കാര്യമാണ്.
നമ്മൾ ആ ചിന്തിച്ച കാര്യങ്ങളൊക്കെ ചിന്തിച്ചാൽ തന്നെ വളരെ നിശബ്ദമായിട്ടായിരിക്കും ഉപ്പ് അതിൻ്റെ ക്രിയ നിർവഹിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. നമ്മളിത് ഈ ആമുഖ പാഠങ്ങൾ ഈ പ്രസംഗത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഓർത്തായിരുന്നു. ഇനി നമ്മൾ വിശദമായിട്ടത് ഓർക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈ പ്രസംഗത്തിൽ ഈ നിശബ്ദമായി രഹസ്യ സ്വഭാവത്തിൽ ചെയ്യേണ്ടിയ പല കാര്യങ്ങളും വിശദീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണത്തിലേക്ക് ഒത്തിരി പോകേണ്ട ഒരു സൂചന ഞാൻ പറയാം. ഭിക്ഷ കൊടുക്കുമ്പോൾ തന്നെ ആ കാലത്തൊക്കെ അനേകർ ഒത്തിരി പരസ്യം ചെയ്ത് ആണ് ഭിക്ഷ യഹൂദന്മാർ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഭിക്ഷ കൊടുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാൻ പാകത്തിന് ഇങ്ങനെ ഒരു വലിയ കാര്യം ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാകത്തക്കവണ്ണം അത് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ കർത്താവ് പറഞ്ഞ എന്താണ്? അത് രഹസ്യത്തിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആ രഹസ്യ സ്വഭാവം എന്നുള്ളത് നമ്മുടെ കർത്താവ് വളരെ ഊന്നിപ്പറയുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ രഹസ്യത്തിൽ ചെയ്താൽ അത് പ്രതിപാദിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ടല്ലോ, വലം കൈ ചെയ്യുന്ന എന്തെന്ന് ഇടം കൈ അറിയരുത് എന്ന് പറഞ്ഞാൽ ആ രഹസ്യ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ അത് എത്രയോ ഭംഗിയായി ആർക്കും മനസ്സിലാകത്തക്കവണ്ണം വെളിപ്പെടുത്തുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. അത് ഈ പ്രസംഗത്തിൽ ഉടനീളം കർത്താവ് വ്യക്തമാക്കുന്നതായ കാര്യമാണ്. അത് നമുക്ക് ഈ പ്രസംഗത്തിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന മനോഹരമായൊരു പാഠമാണ്. ഈ ഉപ്പിനെക്കുറിച്ചുള്ള പ്രതിപാദനത്തിലും അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. വളരെ നിശബ്ദമായിട്ട്, വളരെ രഹസ്യ സ്വഭാവത്തിൽ അത് അതിൻ്റെ ഗുണം വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ അതിനൊരു ഉദാഹരണം ഇതിൽ നിന്ന് എടുത്ത് പറയാം. ആ ഉദാഹരണം എന്നെ ഇന്ന് വളരെ സന്തോഷിപ്പിച്ചതായൊരു കാര്യമാണ്. എല്ലാ വാക്കും വായിക്കണം നിർബന്ധമില്ല. മത്തായി സുവിശേഷം 5:48 നമുക്ക് എല്ലാവർക്കും അറിയാം, ഒടുവിലത്തെ വാക്യമല്ലേ? എന്താ 48? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുവിൻ. അപ്പോൾ അതവിടെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു സൽഗുണത്തെക്കുറിച്ച് നമ്മുടെ കർത്താവ് അതിൻ്റെ മുൻ വാക്യങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. ഇത് 48-ാമത്തെ വാക്യമാണ്. മുൻ വാക്യങ്ങളിൽ അതിൽ ഒരു സൽഗുണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഏത് സൽഗുണത്തെക്കുറിച്ചാണെന്ന് ഓർക്കുന്നുണ്ട്? സ്നേഹത്തെക്കുറിച്ചാണ് അവിടെ കർത്താവ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളുണ്ട്. നമ്മൾ ആ വിശദാംശങ്ങൾ പലപ്പോഴും ഓർക്കാറുള്ളതാണ്. നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ ആ സ്നേഹം അവിടെ വെളിപ്പെടുത്തുന്നതായ വിശദീകരണം ഒക്കെ നമുക്ക് കാണാം. ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലൊക്കെ ദൈവം സൂര്യനെ ഉദിപ്പിക്കുകയും അവർക്ക് മഴ പെയ്യുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതായ കാര്യം കർത്താവ് അവിടെ എടുത്തു പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്വർഗീയ പിതാവ് സ്നേഹവാനാണ്. അപ്പോൾ നമ്മളും എങ്ങനെയായിരിക്കണം? നമ്മൾ സ്നേഹവാന്മാരായിരിക്കണം എന്നുള്ളതായ കാര്യം പറയുകയും. ഇനി അതിലെ 44-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു പ്രായോഗികത അവിടെ ഓർപ്പിക്കുകയാണ്. 5-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യം. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുകയും നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മതി. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ കർത്താവ് ന്യായപ്രമാണത്തിനൊരു കൽപ്പന എടുത്ത് പറഞ്ഞിട്ട് ആ കൽപ്പനയെ കർത്താവ് പുതുക്കുന്നതാണ് നാം ഇവിടെ വായിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്നേഹത്തിൽ ചെയ്യുന്നതായ 2 കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, പിന്നെ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സ്നേഹത്തിൻ്റെ പ്രവൃത്തികളുമൊക്കെ നമ്മൾ വേറെ വാക്യങ്ങളിൽ കാണുന്നുണ്ട് കേട്ടോ. അത് വിസ്മരിച്ചുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. കുഞ്ഞുങ്ങളെ വാക്കിനാനും നാവിനുവാനുമല്ല, പിന്നെ പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിപ്പിനെന്നൊക്കെ യോഹന്നാൻ അപ്പോസ്തലൻ ഉപദേശിക്കുന്നത് നമ്മൾ ലേഖനത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നതായ കാര്യം,
ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, പിന്നെ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. നമ്മളെ ഉപ്പിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഓർത്തായിരുന്നു. അതിൻ്റെ തൊട്ടു മുമ്പുള്ള വാക്യത്തിൽ പറയുന്നത്, നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷിപ്പിൻ. അപ്പം ഞാൻ ഈ 44-ാമത്തെ വാക്യം ഇന്ന് വായിച്ചപ്പോൾ ഓർത്തു, ഇതെന്തോ ഒരു രഹസ്യ സ്വഭാവത്തിലുള്ളതായ സ്നേഹമാണ്. ഒരാൾ ശത്രുതയായി പെരുമാറുന്നു, പക്ഷേ ഉള്ളിലൊട്ടും ശത്രുത കൂടാതെ ആ വ്യക്തിയുടെ ആത്യന്തിക നന്മയെ ലക്ഷ്യമാക്കി ഹൃദയത്തിൽ സ്നേഹം സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് എത്രയോ മനോഹരമായൊരു കാര്യമാണ്. എൻ്റെ അടുത്ത കാര്യമോ യാതൊരു പ്രകടനമില്ലാത്ത കാര്യമാണ്. ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് പകൽ ഓർത്തൊരു കാര്യം, ഉപ്പ് വളരെ നിശബ്ദമായി തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു എന്നുള്ളത് ഇവിടെ മനോഹരമായൊരു പാഠം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം ഭൂമിയുടെ ഉപ്പായിരിക്കുന്നു എന്നുള്ളതിനാൽ ഒട്ടും വെളിപ്പെടുത്തലുകളില്ലാതെ ഏറ്റവും രഹസ്യമായി നമ്മുടെ ഗുണം മറ്റുള്ളവർക്ക് ആസ്വദിക്കുവാൻ സാധിക്കുമാറ് നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കാൻ കഴിയുക എന്നുള്ളത് എത്രയോ മനോഹരമായിട്ടുള്ളതായൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ അങ്ങനെ സൂക്ഷിക്കാനായിട്ട് ഉത്സാഹിക്കാം. എന്നാൽ അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കറിയാം, അടുത്ത കാര്യത്തിലേക്ക് വരുമ്പോൾ അതിനൊരു ബാഹ്യ സ്വഭാവമുണ്ട് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വെളിച്ചത്തിൻ്റെ ഫലം എന്താണെന്നുള്ളത് നമുക്കറിയാം. അതിന് ഒത്തിരി വ്യാഖ്യാനമൊന്നും ആവശ്യമില്ല. ആർക്കില്ല വാക്യം എന്ന് പറയുമ്പോൾ, സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. പിന്നെ നമ്മൾ ആ പോർഷനിലൂടെ കടന്നു പോകുമ്പോൾ 3 വാചകങ്ങളിൽ നമ്മുടെ കർത്താവ് ഈ സത്യം വളരെ മനോഹരമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. ആ 3 വാചകങ്ങൾ പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് ഉപസംഹരിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. വെളിച്ചത്തിൻ്റെ ഫലം പറഞ്ഞിരിക്കുന്ന റെഫറൻസ് ഒന്ന് നോട്ട് ചെയ്തുള്ളൂ, അറിയാമായിരിക്കും. എഫേസ്യർ 5-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ആ 3 പ്രയോഗങ്ങൾ ഞാൻ എടുത്ത് പറയട്ടെ. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല, 14-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ കർത്താവ് വ്യക്തമാക്കുന്ന ഈ കാര്യം ഒരു പട്ടണത്തോടുള്ള ബന്ധത്തിലാണിത് പറയുന്നത്. നാം ഓരോരുത്തരും വ്യക്തിപരമായി വെളിച്ചത്തിലേക്ക് വന്നവരാണ്. ലോകത്തിൻ്റെ വെളിച്ചമാണ് നമ്മൾ. ഒരു പട്ടണത്തിലെ പ്രത്യേകത എന്താണ്? അവിടെ ഒത്തിരി വെളിച്ചങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരിക്കും. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി വെളിച്ചങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ഒരു ജംഗ്ഷനോ പട്ടണമോ വരാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുവാനിടയായിട്ട് തീരും. ഞാനിന്ന് രാത്രി ഓർമ്മിക്കട്ടെ, നമ്മുടെ കർത്താവ് ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ നിങ്ങളിലുള്ള വെളിച്ചം പ്രസരിക്കാനിടയായിട്ട് തീരുമ്പോൾ, ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ചായിരുന്ന് ഈ വെളിച്ചം പ്രസരിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ കൂട്ടം കൊടുക്കുന്ന സാക്ഷ്യം എത്രയോ മനോഹരമായിരിക്കും. മാളികമുറിയിലെ പ്രസംഗത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. 13 യോഹന്നാൻ 13:34, 35 നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. അപ്പോൾ ഒരു പട്ടണത്തിന് വെളിച്ചം പോലെയുള്ള ശോഭ നൽകുവാൻ ഒരു പ്രാദേശിക സഭയ്ക്ക് സാധിക്കും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പ്രാദേശിക സഭയെക്കുറിച്ചുള്ളതായ
ദൈവത്തിൻ്റെ പദ്ധതികൾ എത്രയോ ഉന്നതമായിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. രണ്ടാമത്തെ പ്രയോഗം, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. ഇതിൻ്റെ വിശദീകരണം ഞാൻ പിന്നെ പറയാം. നമുക്കറിയാം, ഇവിടെ കർത്താവ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറഞ്ഞിട്ട് ആ വെളിച്ചത്തിൻ്റെ പ്രായോഗികതയിൽ അതൊന്ന് വിഭജിക്കുകയാണ്. വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. വെളിച്ചത്തിൻ്റെ ഫലം നമുക്കറിയാവുന്നതുകൊണ്ട് അതിപ്പോൾ പറയാൻ കുറച്ച് എളുപ്പമുണ്ട്. സകല സൽഗുണവും നീതിയും സത്യവും. പ്രിയപ്പെട്ടവർ, നമ്മൾ വെളിച്ചമായിട്ട് സാക്ഷ്യം വഹിക്കാനിടയായിട്ട് തീർന്നാൽ വീടിനകത്തുള്ള ആളുകൾക്ക് ആ വെളിച്ചം സമൃദ്ധിയായിട്ട് ആസ്വദിക്കാം. ഒരു കുടുംബത്തിനകത്ത് ആ വെളിച്ചം സമൃദ്ധിയായിട്ട് ആസ്വദിക്കാം. അതാണ് കുടുംബത്തിൻ്റെ മഹത്വം, കുടുംബത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ സ്വാധീനത. അതാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല. ഒരു സഭയ്ക്കകത്തും അത് ആസ്വദിക്കാം. വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. മൂന്നാമത്തെ പ്രയോഗം, നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അതാരുടെ മുമ്പിലാണ്? പുറത്തുള്ള ആളുകളുടെ മുമ്പിൽ. അപ്പോൾ ഒരു വെളിച്ചം ശരിയായിട്ട് ശോഭിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ അകത്തുള്ളവർക്ക് ആസ്വദിക്കാം, പുറത്തുള്ളവർക്കും അത് ആസ്വദിക്കാം. ഉൽപ്പത്തി ദിവസം 49-ാം തീയതി നമ്മൾ ഓർക്കാറുണ്ടല്ലോ. ഫലപ്രദമായ വൃക്ഷം എന്ന് ആരെക്കുറിച്ചാണ് യാക്കോബ് പറയുന്നത്? യോസേപ്പിനെ കുറിച്ച് പറയുകയാണ്. യോസേപ്പ് ഫലപ്രദമായ വൃക്ഷമാണ്. അതിൻ്റെ കൊമ്പ് എവിടെ പടരുന്നു? മതിലിന്മേൽ പടരുന്നു. മതിലിന്മേൽ കൊമ്പ് പടർന്നാൽ അകത്തുള്ളവർക്കും ആസ്വദിക്കാം, പുറത്തുള്ളവർക്കും ആസ്വദിക്കാം. യോസേപ്പിൽ എന്തോരം സൽഗുണങ്ങൾ തൻ്റെ സഹോദരന്മാരും കുടുംബങ്ങളും അവരുടെ കുഞ്ഞുകുട്ടികളും ഒക്കെ ദീർഘകാലം അനുഭവിച്ചു. അതുപോലൊരു മനുഷ്യൻ വേറെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കും. അകത്തുള്ളവർ സമൃദ്ധിയായിട്ട് ആസ്വദിച്ചു. യോസേപ്പിൻ്റെ അടുക്കൽ വന്ന് എന്തോരം പുറത്തുള്ള ആളുകൾ അവൻ്റെ സൽഗുണം ആസ്വദിച്ച് ഭക്ഷണം കഴിച്ച് ആശ്വാസമായിട്ടിരിക്കുവാൻ ഇടയായിട്ട് തീർന്നു. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നെന്ന് കർത്താവ് പറയുമ്പോൾ എത്രയോ അർത്ഥവ്യാപ്തിയിലാണ് ആ സത്യം നമ്മുടെ കർത്താവ് വ്യക്തമാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മെ കർത്താവ് വെളിച്ചങ്ങളാക്കി തീർത്തിരിക്കുന്നത് അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുമാറ് ജീവിക്കുവാൻ സാക്ഷ്യം വഹിക്കേണ്ടതിന് വേണ്ടിയാണ്. അല്പം വിശദാംശങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാനായിട്ട് ശ്രമിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്തൊരു ഉന്നതമായ സാധ്യതയിലേക്കാണ് ഇരുളിൽ കിടന്ന നമ്മെക്കുറിച്ച് അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ നാം അത്ഭുത പ്രകാശത്തിലേക്ക് വന്ന ആളുകളാണ്. അതുകൊണ്ട് ആ വെളിച്ചം നൽകി ഈ തലമുറയിൽ സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ഈ ആലോചനകൾ അതിന് മുഖാന്തരമാകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.